അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിൽ അതാ മാജിദയെയും കൊണ്ട് യാത്രയിലാണ്. ഒരിക്കൽ പോലും എൻ്റെ പിതാവ് അറിഞ്ഞിട്ടുണ്ടാവില്ല, അതും ഇത്ര രാവിലെ തന്നെ. അതെ, ഉപ്പയോട് കാര്യമായിട്ട് ഒന്നും പറയാതെയാണ് ഇറങ്ങിപ്പോന്നത്. മാജിദയുടെ ഫോണിൽ നിന്ന് കേട്ട ആ ഒരു കരച്ചിലും ശബ്ദവും അത് ശരിക്കും ഷാമിലിനെ വേഗത്തിൽ അങ്ങോട്ട് എത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഏറ്റവും ഭയാനകമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഷാമിലിനെ അവരെ രക്ഷിക്കുവാൻ സാധിച്ചു. ഷാമിൽ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഒരിക്കൽ പോലും ഉപ്പ ഇതറിയുന്നില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം തൻ്റെ മകനെ കാണാഞ്ഞിട്ട് ആ ഉപ്പയും മക്കളും അതാ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഉപ്പച്ചി, ഇക്കാക്ക എങ്ങോട്ട് പോയത്? മക്കളെ, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയത് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടിയെ കാണുന്നില്ല, എവിടെയാണാവോ എൻ്റെ കുട്ടി? ബാപ്പ, ഇക്കാക്ക എങ്ങോട്ടാ പോയത്? മക്കളെ, നമുക്ക് നോക്കുക, കാരണം അവന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ശരിക്കും ആ മക്കൾക്കും ഉപ്പാക്കും ഭയം തോന്നിയിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടിയെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയോ, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ. നേരെയതാ ഉപ്പ ആ ഫോണിലേക്ക് ഒന്ന് വിളിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. പഠിച്ചോനെ, എൻ്റെ കുട്ടി എവിടെയാണാവോ? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു കാറ് അവരുടെ വീട് ലക്ഷ്യമാക്കി വരുന്നു. അതാ മോൻ വന്നല്ലോ. ഉപ്പച്ചി, ഇക്കാക്ക് വന്നല്ലോ. ആരാപ്പോ? ഓൻ ഒറ്റക്കല്ലേ? വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ? ആ ഉപ്പ ഒരു നിമിഷം അത് നോക്കി. എന്നാൽ അതാ അവൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഉപ്പ, അസ്സലാമു അലൈക്കും. മോനെ, വഅലൈക്കും അസ്സലാം. ആരാ മോനെ ആ കാറിൽ? ഉപ്പ, അതൊക്കെ ഉണ്ട്. എന്നാൽ ഷാമില് പെട്ടെന്ന് തന്നെ അതാ ആ ഒരു കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നു. ആ ഡോറ് തുറന്നപ്പോൾ അതിൽ നിന്ന് പർദ്ദയണിഞ്ഞ ഒരു സ്ത്രീ അതാ ഇറങ്ങുന്നു. ഒരു നിമിഷം ആ ഉപ്പ ഞെട്ടിപ്പോയി. ആരായിരിക്കും അത്? അവർ തന്റെ ഹിജാബ് കൊണ്ട് മുഖം മറച്ചിരിക്കുന്നു. മോനെ. ഉപ്പ, അതെ, നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു ജോലിക്കാരിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ, അതിപ്പോ? അതെ ഉപ്പ, ശരിയാണ്. എന്നാൽ അവർ നേരെ ഷാമിൽ പറഞ്ഞ വഴിയെ നടക്കുന്നു. ഇതിലെ പോരൂ എന്ന് പറഞ്ഞു. മോനെ. എന്നാൽ പിതാവ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും വീട്ടിലേക്കൊരു ജോലിക്കാരിയുടെ ആവശ്യമുണ്ടല്ലോ. അല്ല, അപ്പൊ മോന് വേറെ പലതും പറഞ്ഞിരുന്നല്ലോ, ഇതിപ്പോ എന്താ? എന്നാൽ അവരെ നേരെ അതാ കൊണ്ടുപോയി ഒരു റൂം കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഈ റൂമില്, ഇതാണ് നിങ്ങളുടെ റൂം, നിങ്ങൾ ഇവിടെ നിന്നോളൂ ഉമ്മ. മോനെ, അടുക്കള എവിടെയാണെന്ന് വെച്ചാല് അവിടെ മതി എനിക്ക്, ഞാൻ അവിടെ കഴിഞ്ഞോളാം. അവിടെ ജോലികളൊക്കെ ചെയ്ത് അവിടെ തന്നെ ഒരു ഭാഗത്ത് കിടന്നോളാം. മോനെ, ഇത്ര നല്ല റൂമൊന്നും എനിക്ക് വേണ്ട ഉമ്മ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. എന്നാൽ അവർ അതാ അവിടെ എത്തി നേരെ കിച്ചണിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. ഉമ്മ, കിച്ചണിലേക്കൊന്നും ഇപ്പോഴെന്നെ പോകണ്ട, ഞാൻ ഉപ്പയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്നാൽ ഈ സമയം ഉപ്പ അവരെ കാണുവാനോ സംസാരിക്കുവാനോ ശ്രമിച്ചില്ല. ഒരിക്കലും അറിഞ്ഞില്ല അത് മാജിദയാണ് എന്നുള്ള കാര്യവും. എന്നാൽ ഉപ്പയോട് അവൻ പറഞ്ഞു, ഉപ്പ, എന്തായാലും നമുക്ക് വീട്ടിലേക്കൊരു ആവശ്യമല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ അത് വൈകിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. മോനെ, എന്തൊക്കെ തന്നെയായാലും കഷ്ടപ്പെടുത്തരുത് കേട്ടോ പൊന്നു മോനെ. ഇല്ലുപ്പ, ഒരിക്കലുമില്ല. എന്നാൽ അപ്പോൾ തന്നെ അതാ അവർ നേരെ കിച്ചണിലേക്കാണ് ഇറങ്ങുന്നത്. മോനെ ഷാമിൽ, പിന്നെ ഉപ്പയോട് ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അതെ, ഉപ്പയോട് കാര്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ മോനെ, കാരണം ഞാൻ ഇങ്ങോട്ട് അങ്ങനെയല്ലേ വന്നത്. തൽക്കാലം ഉപ്പ അറിയണ്ട. എന്നെ അറിഞ്ഞിട്ടുണ്ടോ? അതെ, കാറിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നു. മോനെ, ഉപ്പ തൽക്കാലം അറിയണ്ട ഞാനാണ് എന്നുള്ളത്. ഞാൻ പരമാവധി അതെ മറവിൽ നിന്നോളാം, നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ ചെയ്തു തരികയും ചെയ്യാം. എന്നാൽ ഷാമിൽ പറഞ്ഞു, ഉപ്പാക്ക് നിങ്ങളാണെന്നറിയുമ്പോൾ സന്തോഷമായിരിക്കും ഉമ്മ. അത് സാരല്ല മോനെ, അത് സാവകാശം അറിഞ്ഞാൽ മതി. ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ അങ്ങ് കഴിയട്ടെ, കാരണം എനിക്ക് ഭയമാണ് അയാളെ. അതെ, എൻ്റെ അടുത്തേക്ക് ഉപദ്രവിക്കാൻ വന്ന അയാളെ എനിക്ക് പേടിയാണ്. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതൊരു പക്ഷേ ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങോട്ട് അയാൾ തിരഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിയാണ് മോനെ. തൽക്കാലം ഒന്നും അറിയണ്ട, ഉപ്പയോടും മോൻ പതുക്കെ രഹസ്യമായി പറഞ്ഞാൽ മതി. എന്നാൽ അപ്പോൾ തന്നെ അവിടെ കിച്ചണൊക്കെ ആകപ്പാടെ അലങ്കോലമായി കിടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആണുങ്ങളല്ലേ
പിന്നെ കാര്യമായിട്ട് വൃത്തിയാക്കാൻ കുട്ടികളൊന്നും ആയിട്ടുമില്ല. എങ്കിലും ഷാമിലിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ അതൊക്കെ അടുക്കി ഒതുക്കിയിട്ടുണ്ട്. എങ്കിലും അവർ ആദ്യം തന്നെ അവരുടെ ഡ്രസ്സെല്ലാം മാറ്റി കിച്ചണൊക്കെ നന്നായി ഒന്ന് അടിച്ചു വാരി വൃത്തിയായി തുടച്ച് സെറ്റാക്കി. എന്നിട്ട് പാചകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. എന്നാൽ മുറ്റത്താണെങ്കിൽ ഒരുപാട് ഇലകളെല്ലാം കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. പാവം, ഒരു ഉമ്മയില്ലാത്ത വീട്. ശരിക്കും അതിൻ്റെ ആ ഒരു അവസ്ഥ നന്നായി കാണുന്നുണ്ട്. എന്നാൽ അവർ ആദ്യം തന്നെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഷാമിൽ ഏകദേശ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഉമ്മ, അരി, സാധനങ്ങൾ, വെജിറ്റബിൾ ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇതാ ഫ്രിഡ്ജ് ഈ ഭാഗത്താണ്. പിന്നെ ഉമ്മ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളട്ടോ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പിന്നെ ഒരുപാട് ജോലി എടുക്കുക എന്നതിലുപരി നിങ്ങൾ അത്യാവശ്യമായി കുറച്ച് കുക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങളിവിടെ റെസ്റ്റ് എടുത്തോളൂ. ഒരിക്കൽ പോലും നിങ്ങളിവിടെ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല ഞാൻ. നിങ്ങൾക്കൊരു സേഫ്റ്റി കവചം എന്നുള്ള രീതിയിലാണ്. മോനെ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാലും എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട് പൊന്നു മോനെ. അതുകൊണ്ട് മോനെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ഞാൻ ചെയ്തോളാം. ഉമ്മ, നിങ്ങൾ ബുദ്ധിമുട്ടാവരുത് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. മോനെ ഷാമിൽ, ഇതുപോലൊരു വീട് എനിക്ക് നിൽക്കാൻ കിട്ടിയതും വലിയൊരു ആശ്വാസം തന്നെ. എന്നാൽ ഷാമിൽ അപ്പോൾ തന്നെ അതാ പുറത്തേക്ക് പോകുന്നു. വീട്ടിലേക്ക് ആവശ്യമായ വെജിറ്റബിളും ബീഫും മീനും എല്ലാ കുക്കിങ്ങിനുള്ള സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നു. നേരെ അടുക്കളയിൽ അതെല്ലാം സെറ്റാക്കി കൊടുക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. മോൻ അടുക്കളയിലേക്ക് ഇനി വരണ്ട, കുറെ കഷ്ടപ്പെട്ടില്ലേ. അതുകൊണ്ട് മോനെ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം മോനെ. എന്നാൽ അപ്പോഴേക്കും മക്കള് അതാ ഉമ്മയുടെ അടുത്തേക്ക് പതുക്കെ അവര് വരാതെ വിട്ടു നിൽക്കുകയാണ്. മക്കളെ ഇങ്ങോട്ട് പോരി. സ്നേഹത്തോടെ ആ ഉമ്മ അവരെ വിളിച്ചു. മക്കൾക്ക് ചായ തരട്ടെ ഉമ്മ? വേണ്ട. അതെന്താ മക്കളെ? മക്കള് വരി, ഉമ്മ വരി. പഠിച്ചോനെ, ഇവര് രണ്ടുപേരുടെയും തലയും മുടിയൊക്കെ ആകപ്പാട് പാറി പറന്ന് ദഹിക്കണല്ലോ. ഇക്കാക്ക ഞങ്ങക്ക് മുടി കെട്ടിത്തരാറുണ്ട്, പക്ഷെ ഇന്നലെ ഇക്കാക്കാക്ക് സമയം കിട്ടിയില്ല. ഓ അങ്ങനെ, മക്കള് വരി. അപ്പോൾ തന്നെ ആ മക്കളെ നല്ല രീതിയിലൊന്ന് ഉമ്മ എണ്ണ തേച്ച്, വരി ഞാൻ നിങ്ങളെ കുളിപ്പിച്ചു തരാം. നല്ല രീതിയിൽ കുളിപ്പിച്ചു കൊടുത്ത് മക്കളുടെ വസ്ത്രങ്ങൾ ഇവിടെ വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ശരിക്കും അവർ പറഞ്ഞു, മക്കളെ നിങ്ങള് എന്നെ ഇത്താ ഒന്നും വിളിക്കണ്ട കേട്ടോ, ഉമ്മ എന്ന് വിളിച്ചാൽ മതി. അതാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം. കാരണം എനിക്കൊരു ഉമ്മയാകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ ഉമ്മ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. അത് സ്നേഹത്തോടെയുള്ള അവരുടെ ആ പെരുമാറ്റം മക്കളിൽ അല്പം ഭീതി പടർത്തി. എങ്കിലും അവർ പതുക്കെ പതുക്കെ അവരോട് അടുത്തുകൊണ്ടേ ഇരുന്നു. അവർ രുചികരമായ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. പലപ്പോഴും ഹോട്ടലിൽ നിന്നായിരിക്കും ഷാമിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നാൽ വീട്ടിലുണ്ടാക്കിയ ആ ഒരു ഭക്ഷണത്തിന് പ്രത്യേകമായി രുചിയുള്ളതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ ഉപ്പച്ചിയെ വിളിച്ചോളൂ, ഉപ്പച്ചിയോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞോളൂ. എന്നാൽ ആ മക്കൾ നേരെ ചെന്ന് ഉപ്പച്ചിയെ വിളിക്കുന്നു. ഉപ്പച്ചി, ഉമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മച്ചി? ആ അതെ, ആ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മക്കളും വരി. ഉപ്പ, ഞങ്ങൾ കുറച്ച് കഴിച്ചു. അങ്ങനെ ഏതാ ആ ഉപ്പ അങ്ങോട്ട് വന്നപ്പോൾ ഷാമിലിനെ വിളിക്കുന്നു. എവിടെ കുട്ടി? മോനെ ഷാമിലെ. അപ്പോഴേക്കും ഷാമിലും എത്തി. ആ ഉപ്പ, ഞാൻ കഴിച്ചോളൂ, ഇപ്പൊ ഞാൻ വരാം. അല്ല മോനെ, മോൻ വാ. അല്ല. അങ്ങനെ അതാ ഷാമിൽ ഉപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അതീവ ടേസ്റ്റോട് കൂടി അവർ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പയുടെ കണ്ണുകൾ എറിയുന്നത് കണ്ടു. എന്താ ഉപ്പ? മോനെ, നിന്റെ ഉമ്മ ഉള്ളെന്നാണ് ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നത്. നിന്റെ ഉമ്മ പോയതിനു ശേഷം എനിക്ക് ഇത്രയധികം നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല മോനെ. ഉപ്പ, നിങ്ങൾ കഴിച്ചോളൂ. സന്തോഷത്തോടു കൂടി ഷാമിൽ ഉപ്പാക്ക് ഇട്ടുകൊടുത്തു. മോനെ, അത്യധികം ടേസ്റ്റുള്ള ഭക്ഷണം. അതെ, അവരെ എവിടുന്ന് കിട്ടിയടാ മോനെ? ഉപ്പ, അതൊക്കെ ഞാൻ പറയാം. ഉപ്പ ഭക്ഷണം കഴിക്ക്. എങ്കിലും ഉപ്പാക്ക് മനസ്സമാധാനം. തൻ്റെ മക്കൾ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഉപ്പയുടെ കണ്ണുകളിലെ ഈർന്നണയിപ്പിച്ചു. അതെ, തൻ്റെ പൊന്നുമക്കൾ ഇത്രയധികം സൗന്ദര്യത്തിലും ഭംഗിയിലും നിന്നിട്ട് ദിവസങ്ങളായി. കാരണം പെറ്റുമ്മ ഇട്ടുപോയത് കൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക്. എന്നാൽ ഇപ്പോഴിതാ തൻ്റെ പൊന്നുമക്കൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ
സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ കഴിയുന്നു. ആ ഉപ്പയുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഉപ്പ സിറ്റ് ഔട്ടിൽ അതാ പത്രവും വായിച്ചുകൊണ്ട് ഇരുന്നു. എന്നാൽ അപ്പോഴേക്കും അവരതാ അകമെല്ലാം അടിച്ചു വാരി തുടക്കുവാൻ വേണ്ടി ചൂലുമായി വരുന്നു. എന്നാൽ ആ ഉപ്പയെ അവിടെ കണ്ടപ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് മാറി മറുഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കാരണം സന്തോഷം കൊണ്ട് ഒരു പക്ഷേ ആ ഉപ്പ പറയും, കാരണം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരി വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളെങ്ങാനും അതറിഞ്ഞാൽ വരുമോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. അല്ലാതെ ഉപ്പയോട് വെറുപ്പുണ്ടായിട്ടോ വിദ്വേഷം ഉണ്ടായിട്ടോ ഒന്നുമല്ല. അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടവുമായിരിക്കും. എങ്കിലും അത് ഞാനാണ് എന്ന് ഇപ്പോൾ തന്നെ അറിയണ്ട എന്നതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവർ അടിച്ചു വാരാൻ വന്നപ്പോൾ തന്നെ കണ്ടൊഴിഞ്ഞ് ഷാമിലിന്റെ ഉപ്പ പുറത്തേക്ക് ഇറങ്ങി. മോനെ, ഞാനൊന്ന് അങ്ങാടിയിൽ പോയിട്ട് വരാം. അതെ, ആ പിതാവിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട്, ആകാംക്ഷകളുണ്ട്. ഉപ്പ, ഞാൻ കൊണ്ടാക്കി തന്നെ. അല്ല മോനെ, നടക്കുന്നത് കുറച്ച് നല്ലതല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. വണ്ടി ഇല്ലായിട്ടല്ലോ, വേണമെങ്കിൽ വണ്ടിയുമായി പോകാം. ഞാനൊന്ന് നടക്കാൻ പോകട്ടെ. ഇന്ന് നല്ല സമാധാനത്തോടു കൂടിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേ വല്ലാത്ത റാഹത്ത്. പൊന്നുമോനെ, ഇനി എനിക്ക് അല്പം സമാധാനം തോന്നുന്നുണ്ട്. ഉപ്പ, എന്നാ നിങ്ങൾ പോയിക്കോളി. അങ്ങനെ ഏതാ അപ്പോഴേക്കും ആ ഉമ്മ അവിടെ അകമാകെ അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കുന്നു. ഉപ്പയുടെ റൂമൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. ഡ്രസ്സുകളും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ശരിക്കൊരു അടക്കും ഒതുക്കവും ഇല്ലാത്ത പോലെ. എങ്കിൽ അവരതെല്ലാം അത് അലക്കുവാൻ വേണ്ടി എടുത്തു. ഉപ്പയുടെ റൂമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ബെഡ്ഷീറ്റും തലയണയും പുതപ്പും എല്ലാം എടുത്ത് നല്ലോണം അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് വളരെയധികം ഭംഗിയാക്കി വെച്ചു. അതെല്ലാം പുറത്ത് നല്ല കല്ലിൽ കൊണ്ടുപോയി അടിച്ചു തിരുമ്പി വെയിലത്തിട്ട് ഉണക്കി. അതുപോലെ മക്കളുടെ ബെഡ്ഷീറ്റും പുതപ്പും അതുപോലെ ഷാമിലിൻ്റെതും എല്ലാം എടുത്തപ്പോൾ ഷാമിൽ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? എല്ലാവരുടെയും ഡ്രസ്സുകളും എല്ലാം കൂടി എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉമ്മ, അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. മോനെ, അത് സാരമില്ല ഉമ്മ, ഞാൻ എൻ്റെതൊക്കെ ബ്ലാങ്കറ്റ് പുതപ്പുകളൊക്കെ ഇങ്ങനെ തന്നേക്ക്. അല്ല മോനെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ നല്ലപോലെ ചെയ്യുന്നതാണ്. അവർ നന്നായിട്ട് ആ ഒരു ഡ്രസ്സുകളും അവരുടെ ബെഡ്ഷീറ്റും പുതപ്പുമെല്ലാം എടുത്ത് നന്നായി അലക്കി വെയിലത്തിട്ടു. ഷാമിൽ അത് ഉണക്കുവാൻ വേണ്ടി സഹായിച്ചു. വേണ്ട മോനെ, മോനെ സഹായിക്കണ്ട, ഒരുപാട് മോനെ ചെയ്തതല്ലേ, ഞാൻ ചെയ്തോളാം. സ്നേഹത്തോടെ അവരുടെ ആ വാക്കുകളും കൂടി കേട്ടപ്പോൾ ഷാമിലിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ അടുത്തേക്ക് വന്നതായിട്ടാണ് അവൻക്ക് തോന്നിയത്. അതെ, അവർ ജോലികളെല്ലാം പെട്ടെന്ന് കഴിച്ച് വീടെല്ലാം വൃത്തിയാക്കി മുറ്റമെല്ലാം അടിച്ചു വാരി ശരിക്കും വളരെയധികം മനോഹരമായ രീതിയിൽ എല്ലാം തന്നെ സെറ്റാക്കി. ഇവിടെ ശരിക്കും ഷാമിലിന് അത് കണ്ടപ്പോൾ മനസ്സിന് തന്നെ വല്ലാത്ത ഒരു കുളിർമ. എല്ലാ ജോലികളും കഴിഞ്ഞ് അവരതാ ഉളൂഹ് ചെയ്ത് നിസ്കാരപ്പായയിലേക്ക് പോകുന്നു. ശരിക്കും ഷാമിലിന് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു കുള്ളി തോന്നി. അൽഹംദുലില്ലാ, വല്ലാത്തൊരു സന്തോഷകരമായ കാഴ്ച. എന്നാൽ അവർ അടുക്കളയിൽ ഒരു ഭാഗത്ത് തന്നെയാണ് നിസ്കാരപ്പായ ഇടുന്നത്. എന്നാൽ അത് കണ്ടപ്പോൾ ഷാമിൽ പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ റൂം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ട് താഴെ തന്നെ. അതുകൊണ്ട് ഉമ്മ, ഈ റൂമിൽ നിങ്ങൾക്ക് മോനെ അതൊന്നും വേണ്ട, ഈ സ്റ്റോർ റൂമിന്റെ ഒരു ഭാഗത്ത് ഞാൻ നിസ്കരിച്ചോളാം, ഇവിടെ ഞാൻ കിടന്നോളാം. മോനെ, ആ ഒരു ബെഡ്റൂമിൽ കിടക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഉമ്മ, ആര് പറഞ്ഞോ? എന്തായാലും നിങ്ങൾ ഇവിടെ കിടക്കണം, അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ അല്ല മോനെ, വേണ്ട, ഒരിക്കലും അങ്ങനെ വേണ്ട മോനെ, ഞാനത് ആഗ്രഹിക്കുന്നില്ല. കൊച്ചു കുടിലിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഇത്ര വലിയൊരു വീട്ടിലെ അടുക്കളയിൽ തന്നെ സ്ഥാനം തന്നതിൽ ഞാൻ വളരെയധികം പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. പൊന്നു മോനെ, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. എന്നാൽ ഷാമില് പറയുന്നത് അനുസരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. മോനെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കതൊന്നും വേണ്ട, ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതാ ഈ സ്റ്റോർ റൂമിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇവിടെ ഒരു പായ വിരിച്ച് ഞാൻ കിടന്നോളാം. അതെ, എനിക്ക് അത് മതി, ഒരു പായ മതി. എന്നാൽ ഷാമിലിന് അത് വല്ലാത്ത സങ്കടമായി. ഉമ്മ, ഞാൻ എൻ്റെ ഉമ്മയുടെ രൂപത്തിലാണ് നിങ്ങളെ കാണുന്നത്. ആയിക്കോട്ടെ മോനെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് വളരെയധികം താഴ്മയോടെ ജീവിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് അതിനെന്തോ ഉമ്മ, ഒരു ബെഡിലും കട്ടിലും കിടക്കുന്നത് ഇത്ര വലിയ മോശമുള്ള കാര്യമാണോ? അതല്ല, ഞാൻ അത്തരത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് സൗകര്യത്തിലൊന്നും ജീവിച്ചിട്ടില്ല.
പിന്നെ അതെനിക്ക് താല്പര്യവുമില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. നിങ്ങളുടെ വലിയ കിച്ചണിൻ്റെ ഒരു ഭാഗത്തുള്ള ആ ഒരു വലിയ സ്റ്റോർ റൂമിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് പൊന്നുമോനെ ബാക്കിയുള്ളത്. ഞാൻ ഇവിടെ കിടന്നോളാം കേട്ടോ. എൻ്റെ പൊന്നുമോനെ ഒന്നുകൊണ്ടും ഒന്നും ഉണ്ടായിട്ടല്ല. ഉമ്മാക്ക് നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ പറ്റായിട്ടുമല്ല. അതെന്ന് വെച്ചാൽ എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇൻഷാ അല്ലാ ഒന്ന് ശീലമായിട്ട്. എന്നാൽ ആ ഉമ്മക്ക് അതായിരുന്നു താല്പര്യം. അത് ശരിക്കും താഴ്ന്ന രീതിയിൽ ഒരു പായൽ വിരിച്ച് അവിടെ കിടക്കുക, അവിടെ നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ. എന്നാൽ ഷാമിൽ പറഞ്ഞു, ഉമ്മ എന്നാൽ സ്റ്റോർ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ഫാനില്ല, അടുക്കളയിലേ ഉള്ളൂ. അതൊരിക്കലും. അപ്പോൾ തന്നെ ഷാമിൽ ആ ഭാഗത്തേക്ക് ഒരു കൂളർ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഉമ്മ ഇതാകുമ്പോൾ തണുപ്പും കിട്ടും നിങ്ങൾക്ക്. മോനെ അതൊന്നും വേണ്ട, അതിനെന്താ, ഫാനിലിട്ടൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല, എനിക്ക് ചൂടൊന്നും പ്രശ്നമല്ല. ഞാനൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ കഴിഞ്ഞോളൂ, അതൊന്നും വേണ്ട മോനെ. എന്നാൽ ഷാമിലിന് വല്ലാത്ത പൊറുതിയേട്. അപ്പോഴേക്കും ഷാമിൽ നൽകിയ ആ ഒരു പായയും തലയണയും പുതപ്പും അവർ അവിടെ നിർത്തിവെച്ചു. ആ പായ നിർത്തി അതിൽ നിസ്കാരക്കുപ്പായമിട്ട് അവർ നിസ്കരിക്കാൻ തുടങ്ങി. ശരിക്കും ഷാമില് എന്താണ് സംഭവിക്കുന്നത് എന്ന് വരെ അവന് തോന്നിപ്പോയി. റബ്ബേ, അല്ലാ, റഹ്മാനെ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലോ. പക്ഷെ എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്നു അവരുടെ കാര്യത്തില്. ഉമ്മ, നിങ്ങളൊന്നും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എല്ലാം നിങ്ങൾക്കുള്ളത് ഇവിടെയുണ്ട്. എന്നാണ് നിങ്ങൾക്ക് ഈ റൂമിലേക്ക് കിടക്കാൻ തോന്നുന്നത്, അന്ന് ഈ റൂമിലേക്ക് കിടക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഈ റൂം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. സത്യമായിട്ടും ഉമ്മ. പൊന്നു മോനെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അതെ, എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഈ ഒരു സ്നേഹം തന്നെ മതി എനിക്ക്. അങ്ങനെയത് ആ ഉമ്മ അവിടെ ആ സ്റ്റോർ റൂമിൽ തന്നെ അവരുടെ നിസ്കാരപ്പായിൽ ഇരിക്കുന്നു. അവർ ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുന്നു. എന്നാൽ ഈ സമയം ഉപ്പ അങ്ങാടിയിൽ നിന്ന് വന്നു കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. എന്തെന്നറിയില്ല, ഉപ്പയുടെ മനസ്സിലും വല്ലാത്തൊരു സംതൃപ്തി. തൻ്റെ മക്കൾ സന്തോഷത്തോടു കൂടി അവിടെ കളിക്കുന്നു. മറ്റത് കുട്ടികളുടെ കാര്യത്തിലൊക്കെ വിഷമമായിരുന്നു. ശരിക്കും ആ ഉപ്പ അവിടെയുള്ള മുറ്റവും പരിസരവും കണ്ട് വല്ലാതെ സന്തോഷിച്ചു. ഇത്രയധികം മനോഹരമായിട്ട് ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ. ശരിക്കും ഇവിടേക്ക് വന്നു കയറിയത് ഒരു സാധാരണ സ്ത്രീയല്ല എന്നത് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാഹുവേ, ഈ സ്നേഹം എന്നു നീ നിലനിർത്തണമേ അല്ലാ എന്ന് പറഞ്ഞു ഷാമിലിന്റെ ഉപ്പ. എന്നാൽ ഈ സമയം ഷാമിലിനെ ഉപ്പ വിളിക്കുന്നു. മോനെ പ്രിയപ്പെട്ട ഉപ്പ ഷാമിലിനെ വിളിക്കുമ്പോൾ ഷാമിൽ ഓടിയെത്തി. ഉപ്പ, സത്യം പറയടാ, ആരാണത്? എന്നാൽ ആ നിമിഷം ഷാമിൽ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഇൻഷാ അല്ലാ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.